എന്താ വെച്ചാലേ ഇത് നമ്മൾ എഡിറ്റ് ചെയ്ത് വന്നപ്പോ കുറച്ച് ലെങ്ത് കൂടി പോയി, ഒരു 40 മിനിറ്റ് അത്ര ലെങ്ത് ആയി. നമ്മള് മാക്സിമം കട്ട് ചെയ്യാൻ നോക്കിയാണ്, മാക്സിമം കട്ട് ചെയ്ത് നോക്കി. പക്ഷെ ഇതൊരു ഡിസ്ക് വ്ളോഗാണ്, എങ്ങനെ കട്ട് ചെയ്ത് നോക്കിട്ട് കട്ടാവണില്ല, ഫുള്ള് ചിർച്ചാലാണ്. അപ്പൊ ഒരു 3-4 ഔട്ടറൊക്കെ ഇതിൽ വരുന്നുണ്ട്. ലാസ്റ്റ് ഒരു കിട്ടില്ല സർപ്രൈസ് ഉണ്ട്, അത് മസ്റ്റ് ആയിട്ട് കാണാം. ലാസ്റ്റ് പോർഷൻ എന്തായാലും മിസ്സാക്കരുത്, ബാക്കി മിസ്സാക്കരുത്, ഒന്നും മിസ്സാക്കണ്ട. അപ്പൊ പോയി കണ്ടോളി. അപ്പൊ ബാക്കി കണ്ടിട്ട് വരി. ഓക്കെ, ബൈ. അപ്പൊ ഗൈസ്, നമ്മളെ രണ്ടാമത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് പരിപാടിക്ക് വന്നിട്ടുള്ളത് എവിടെ നമ്മളെ എവിടെ സ്ഥലം ഡയമണ്ട് ഓഡിറ്റോറിയത്തിലാണ് നമ്മളെ വർക്ക് വരുന്നത്. സെറ്റ് ആയിട്ട് പോവാണ്. ഇതാ ലുക്കു, സഹൽ എല്ലാരും ഉണ്ട്. ബേബി വന്നോണ്ടിരിക്കാണ്, എടപ്പാള് പോയതാണ്. സാധനം സെറ്റ് ചെയ്ത് നമുക്ക് സൗണ്ട് ചെയ്തിട്ട് ഇപ്പൊ നിക്കാ കഴിഞ്ഞിട്ട് നമുക്ക് സൗണ്ട് ചെക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡ് ആദ്യം കഴിക്കാം, പിന്നെയും കഴിക്കാം. അപ്പൊ ബാക്കി വിശേഷങ്ങള് കാണാം. നമ്മളെ ഡ്രംസ് എടുക്കുന്നു, ഞാൻ സെറ്റ് ആകും. ഇവിടെ കണ്ട് ഇരിക്കണോക്കെ പണിയെടുക്കണുള്ളൂ. ഇപ്പം വന്ന മുതൽ ഇരിക്കുക. അതുപോലാണ് തിരിച്ചിടാൻ പറഞ്ഞത്, അത് പറഞ്ഞു. സൗണ്ട് ചെക്കിങ് ആണ് അല്ലേ? അതെ, സെറ്റിങ്സ് റെഡി ആക്കണം. ഇവിടെ ഒന്നും ഒരു പണി എടുക്കണില്ല. പരിപാടിന്റെ പ്രത്യേകത എന്താ അറിയാ? കണ്ടറിയാം, നോക്കാൻ പറ്റി. എന്താ ഒന്നുകൂടി കണ്ട് തിരിഞ്ഞാ ഓന്റെ ചെറിയ നോക്കണേ. അവിടെ എന്റെ മറ്റേ സാധനം ഇവിടെ സ്ലോമോ എന്റെ സ്ലോമോ വരുന്നുണ്ട്. എന്റെ സ്ലോമോ വരുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ വ്ളോഗിൽ എന്റെ ഒരു സ്ലോമോ ഉണ്ട്. ആ ഇവിടെ എഡിറ്റർ ഗൈസ്, നമ്മളൊരു എഡിറ്ററെ ഹയർ ചെയ്യണ്ട്. നല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം. നല്ല കഴിവുള്ള എഡിറ്റർ ആവണം. റീൽസും മാതിരി വീഡിയോ എടുത്ത് പോവാ, അങ്ങോട്ട് വീഡിയോ ചോദിച്ചാല് സാധനം വരും എന്നറിയാം. കൊറേ കാലം ഈ സാധനം വരാൻ തുടങ്ങി, ഇതുവരെക്കും വന്നിട്ടില്ല. വീഡിയോ എടുത്ത് പോവാ, പിന്നെ ഒരു അഡ്രസ്സും ഇല്ല, പിന്നെ സെറ്റ് ആക്കാ ചെയ്യാറുണ്ട്. അങ്ങനത്തെ പറയാനൊന്നും പറ്റൂല. ഇന്ന് വ്ളോഗ് എടുത്ത് കഴിഞ്ഞാൽ അന്ന് രാത്രിയൊക്കെ സെറ്റ് ആവണം. അങ്ങനത്തെ നല്ല എഡിറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, ഡീറ്റെയിൽസ് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. താഴെ ലിങ്കില് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിന്റെ, അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ആണെങ്കിൽ നമ്പറും കൊടുക്കാം. സൗണ്ട് ചെക്കാണ്. പ്രശസ്ത ഗായകൻ ഫാദിൽ പറങ്കി പൂച്ചിക്കലാണ് ഇപ്പൊ സൗണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ സൗണ്ട് ചെക്കിങ് ട്രാക്ക് ചെക്ക് ചെയ്യാണ് സൗണ്ട് ചെക്കില്. സുഹൃത്തുക്കളെ, നമ്മളെ പരിപാടി തുടങ്ങിക്ക, ഓണായിക്കണേ. എന്താ പറയാ പാതിലെ പരിപാടി ഓണാക്കിക്കണേ. സ്വിച്ച് ഇട്ടപ്പോ ഓണായി. ഇനി പരിപാടി അവതരിപ്പിക്കട്ടെ. ഏതാ പോണു? പോയല്ലേ? പോയോക്കാ, കാണാം. പരിപാടി പാടി നമ്മൾ വിചാരിച്ച പോലെയല്ല. സുഹൃത്തുക്കളെ, ഞങ്ങൾ വന്നപ്പോ വിചാരിച്ചു ഇവിടെ റിസപ്ഷനാണെന്ന് ഞങ്ങൾ വിചാരിച്ചു. കാരണം സെക്കൻഡും പെണ്ണിന്റെയും ഒപ്പാണെന്ന് വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ പാളി പെട്ടു. സെക്കൻഡേയും അനിയത്തിന്റെയും കല്യാണമാണ്. നമുക്കൊരു മൈരിവിലൊക്കെ പോവാം. ഇനിയിപ്പോ പാളികള് കൈമന്ന് പോയി. ഇവിടെ ചെക്കൻ പെണ്ണിനെ കൊണ്ടുവരാൻ പോയി. ഇവിടെ ഇങ്ങനെ അന്നിട്ട് നടക്കാം. കുറച്ചേരം അന്ന് വിട്ടുന്നു. പിന്നെ അപ്പോ നമ്മളെ ടീം വരുന്നു, കുറച്ച് പാടുക. നമ്മളെ പയ്യന്മാരൊക്കെ ഇവിടെ ഉണ്ട്, മറ്റു ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഗായ്സ്, എല്ലാരും ഒരു ആയി കൊടുക്കൂ. ഹായ്. കേൾക്കാത്തോണ്ടാണ്, അല്ലെങ്കിൽ എല്ലാവരും ആയി. എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്.
നമ്മളെ രണ്ടാമത്തെ വ്ളോഗല്ലേ അപ്പൊ എല്ലാവരും നമ്മളെ ചാനല് സബ്സ്ക്രൈബ് വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. കിട്ടിലും ബ്ലോഗ്സ് വരണം. നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ നമുക്ക് ഈ വ്ളോഗ് എടുക്കാനോ ഇങ്ങനെ പറയാനൊന്നും കാര്യമായിട്ടൊന്നും അറിയില്ല. നമ്മൾ സ്റ്റാർട്ടിംഗ് ഇനി മുതൽ സാദേശിക്ക് മേലോട്ട് ഇങ്ങനെ ഇടും. അപ്പൊ ഇങ്ങനെ ഇടും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ വെക്കാണ്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഉടനെ ഓരോ വ്ളോഗുകളായിട്ട് ഷോർട്സുകളായിട്ട് നമ്മളിങ്ങനെ ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാ വീഡിയോക്കും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റിൽ അറിയിക്കുക. കമന്റ് ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അത്ര അപ്പോൾ എന്തായാലും വിശേഷങ്ങൾ ബാക്കി കാണാം. നമുക്ക് ഓരോരുത്തർക്ക് ഇങ്ങനെ പോയേക്കാം. ഉസ്മാൻ ഭക്ഷണം കഴിച്ചോ? എന്താണ് പറയാനുള്ളത്? ദാമോട് ചോദിച്ചേക്കാം, ഇത് ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചോ? എന്താണ് ഈ കല്യാണത്തിനെ കുറിച്ച് പറയാനുള്ളത്? എന്റെ ആരെയാണ് നിക്കിട്ട് പോകല്ലോ? എന്റെ ആരെയാണ് അറിയില്ലേ? എടാ അപ്പൊ മറ്റേ പറയാത്തല്ല എന്തെന്നല്ലേ? എടാ കുഞ്ഞുട്ടിയാക്കാന്റെ കല്യാണല്ലേ? കുഞ്ഞുട്ടിയാക്കാന്റെ കല്യാണം. അപ്പൊ ഓക്കെടാ. ഇത് കുഞ്ഞാപ്പാന്റെ കല്യാണല്ലേ? എന്റെ പേര് ഇടുപ്പാ ചോദിച്ചട്ടെ. മണ്ടിച്ച് പേടിപ്പിച്ചോനെ. എന്റെ പേര് അടുത്ത് നമുക്ക് അവളോട് ചോദിച്ചോ. ആ കുട്ടിയോട് വേണ്ട, അവളമ്മ അടുത്തുണ്ട്. അടി വരും. അടി വരുന്ന മണിക്കാൻ വിളിക്കരുത്. സഹല ഇവിടെ കുട്ടിക്ക് ചാറ്റിക്കാണ്. ഒരു ടൈം കിട്ടിയാൽ തുടങ്ങും കുട്ടിക്ക് ചാറ്റ് ചെയ്യാൻ. എത്ര പോണ്ട അവസ്ഥ. ചോറയിച്ചാ ഞാൻ ചോറയിച്ച് എനിക്ക് ഇവിടെ കാബിരി ബിരിയാണി തരും. കാബിരി റൈസ് ഞങ്ങൾക്ക് സുഖല്ലേ? എപ്പന്റെ കഥ ചോറയിച്ചാ നമ്മളെ അടുത്ത ആളെത്തി. എന്റെ പേര് ഇത് കുഞ്ഞാപ്പാന്റെ കല്യാണല്ലേ? ഇതാരാ കല്യാണ? യമൻ രാജ്. ഇത് ആരാ കല്യാണ? മാജിദിന്റെ കല്യാണമായി. ഹാപ്പി മാരീഡ് ലൈഫ്. ഇവന്റെ പേരെന്താ? ഷിയാബിന്റെ ഷിയാബിന്റെ കല്യാണമാണ്. ഷിയാബ് ചോറയിച്ചാ ചോറിനെന്തേനു? സവർമ്മ. ഓ സവർമ്മയുടെ കഴിച്ചത്. ഇവിടെ ഷവർമ്മ ഉണ്ടായിനു. എന്നിട്ട് നമ്മക്ക് കിട്ടില്ലല്ലോ ഷവർമ്മ. ഷവർമ്മ കിട്ടി. ബ്രോസ്റ്റിന്ന് ഷവർമ്മ കിട്ടി. ബ്രോസ്റ്റഡ് ഷവർമ്മയാണ്. അപ്പൊ അതിലൊന്നും പറയല്ല. അതെ, പക്ഷെ നമ്മളെ എത്തിയപ്പോത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല ബിരിയാണി റൈസ് കിട്ടി. അല്ല ബിരിയാണി കിട്ടി. നമുക്ക് നല്ല കിട്ടിയ ചിക്കൻ ബിരിയാണി. നമുക്ക് മറ്റേ റൈസ് കിട്ടിയില്ല. കാബിരി റൈസ് ഉണ്ടായിരുന്നു. കാബിരി റൈസ് നല്ല എല്ലാം ഒരു റൈസ് ആയിരുന്നു. കുന്മോഹന്റെ കല്യാണ? ഇത് കുന്മോഹന്റെ കല്യാണ? അതാണ് കുന്മോഹന്റെ കല്യാണ. അപ്പൊ ഇതാണ് കല്യാണ ഷിയാബ് ഖാന്റെ. ഇതിപ്പോ എന്തല്ലേ ഷിയാബിന്റെ അല്ലേ? ഷിയാബിന്റെ പെൺകുട്ടിയോ? ഷിയാബിന്റെ പെൺകുട്ടിയാ? ഷിയാബിന്റെ പെൺകുട്ടിന്റെ കല്യാണമാണ് ഗൈസ്. നമ്മളെ ചെക്കനാണ്. അല്ല എത്രയോ സ്കൂളിൽ എത്രയാ? 1ാം ക്ലാസ്സിലാണ്. സ്കൂളോടെ കൊറേ ദൂരം. ഏകദേശം എത്ര ദൂരം ഉണ്ടോ? 1 കിലോമീറ്റർ. സുഹൃത്തുക്കളെ ചെക്കൻ്റെ 1 കിലോമീറ്ററോളം പോയിക്കാണ്ടാണ് പഠിച്ചല്ലേ? 1 കിലോമീറ്ററോളം അപ്പുറത്താണ് അവന്റെ സ്കൂള് കിടക്കുന്നത്. എങ്ങനെയാണ് പോലെ? ബസ്സിനാ നടന്നിട്ടാ പോലെ? 1 കിലോമീറ്റർ നടന്നിട്ടാണ് പോലെ. സംഭവം കേട്ടോ, പഠനത്തിന് വേണ്ടി ത്യാഗം ചെയ്യണം. നമുക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടി തരും. ഒരു പാട്ടാടും. ഒരു പാട്ട്.
ആ സൈക്കിളായിട്ട് സ്കൂളിൽ വലിയ കയറ്റാണ്, അതുകൊണ്ട് സൈക്കിളായിട്ട് കയറ്റാൻ പറ്റില്ല. എന്താണ് സംഭവം? എന്താണ് കാട്ടണ്ടേ? ഫുള്ള് തീർത്താ എന്താ തരാ? അവിടെ പോയി കണ്ട് പോപ്കോൺ കൊണ്ടുവന്നില്ലോ. ഓ ഡീല് ഫുള്ള് തീർത്ത് കഴിഞ്ഞാല് നമുക്ക് അവിടുന്ന് ഒരു പോപ്കോൺ കൊണ്ടുവന്നിരുന്ന പൊളിച്ചു മുട്ടേ. ഒറ്റ തീലിട്ടോ, ഒറ്റ തീല്. നമ്മള് ചാലഞ്ച് കഴിഞ്ഞാണ്. ഇനി പോയി കണ്ട് പോപ്കോൺ എടുത്തു. ഞാൻ പോപ്കോൺ കൊണ്ടോ, ഞാൻ പോപ്കോൺ കൊണ്ടേ. പാചിന് പോപ്കോൺ ആയി ഗൈസ്. ഓൻ പോയിട്ടുണ്ട്. ചെക്കൻ പോപ്കോൺ പോയിക്കടെ. എവിടെ ഓന് ഷർട്ടിന്റെ കളർ എന്ത് ചെയ്യും? എവിടെ? എടാ പോടാ, ഓൻ പ്രാങ്ക് ചെയ്തതാടാ. ചെറിയ ചെക്കന്മാരടിക്ക് പ്രാങ്ക് ചെയ്ത് പാളിക്കണോ? ഇവിടെ ഉണ്ടോ? അപ്പൊ ചെക്കൻ നമുക്ക് പോപ്കോൺ ആയിട്ട് വരുമ്പോ കാണാം. ചെക്കനെ കിട്ടി പോപ്കോൺ ആയിട്ട് വരുമ്പോ കാണാം. ചെക്കൻ ആകെ ഇടങ്ങാറായിക്കണോ? അവിടെ ആണെങ്കിൽ എല്ലാ താത്താരും എല്ലാരും ഇങ്ങനെ നിക്കുമ്പോ ആ ചെക്കട്ടോ എന്താ വാജിതേ. അല്ലടാ ചാലഞ്ച് നമ്മള് ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ. ഇവിടെ ചാലഞ്ച് കിട്ടിയാൽ നമ്മള് ചാലഞ്ച് ചെയ്യും. അത്രേ ഉള്ളൂ. ചെക്കൻ വരും. അടുത്ത ഇവിടെ വിളിച്ചാലോ? അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കാം. ഇവിടുന്ന് ഇതാണ് ഇന്നത്തെ കല്യാണ പേരന്റെ പാർക്കിങ്. ഫുള്ളാണ്, അടിപൊളിയാണ്. കാരണം ഇവിടെ 2 കല്യാണം ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ മുതൽ ഇവിടെ നിറച്ച ആളാണ്. ഫുൾ ടൈം ആളാണ്. ഇവിടെ ആളില്ലാതെ നിന്നിട്ടില്ല. അതാണ് ഫുഡും കിട്ടാന്. നമുക്ക് പീസ് കിട്ടിയില്ല ഗൈസ്. പീസ് കിട്ടി, ബിരിയാണി പീസ് കിട്ടി. പക്ഷെ മറ്റെന്താ ചിക്കൻ കേദല അങ്ങനെന്തോല്ലേ സാധനം, പുതിയ സാധനം കിട്ടില്ല. ഗൈസ് നമുക്ക് പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പരിചയപ്പെടാം. ഇവനെ നമ്മൾ പരിചയപ്പെട്ടു. നീ എന്നെ കുറിച്ച് പറയൂ, എന്താണ് പറയാനുള്ളത്? യൂട്യൂബ് ചാനലിന്റെ പേര് സ്വദേശ്. ഓ അതിനെന്താ, സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിലുണ്ടോ? ഇതിൽ വരും കേട്ടോ, യൂട്യൂബിൽ വരുന്നുണ്ടോ? ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണം. അതെ ഗൈസ്, നമ്മളൊരു ഫോളോവറെ കിട്ടിക്കണു. എന്താ അത്? സ്പേസ് ഒക്കെ ഉണ്ട്. വരും ഇയാളിത് അങ്ങനെയൊന്നും വരില്ല. സ്പേസ് ഇയാൾക്ക് ഇത് പേരറിയില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിക്കണോ? ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു. പക്ഷെ എനിക്ക് ഞാൻ അടിച്ചു തരാം. സാദാ ഇതാണ് നമ്മളെ യൂട്യൂബ് ചാനൽ വരുന്നത്. ഇതാണ് നമ്മളെ യൂട്യൂബ് ചാനൽ. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ബെല്ലൈക്കൺ ആക്കണോ? ബെല്ലൈക്കൺ എങ്ങനെ? ബെല്ലൈക്കൺ നക്കിയിട്ടുണ്ട്. താങ്ക് യു. ചെക്കൻ പോയിട്ട് 1/2 മണിക്കൂറായി. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണാനില്ല. പാളിടാ കേസായി. ഇതൊക്കെ വീഡിയോ ഉണ്ട്, തെളിവുണ്ട്. എനിക്കേ കാര്യം കേസ് തരാ. ഉള്ളിലുണ്ടാ? ഉള്ളിലില്ലടാ. ഇവിടെ എൻ്റെ ഓ ആ ഇവിടെ ചെക്കൻ വന്നു. പാടണ്ടേ? പോയി തുടങ്ങല്ലോ, പാട്ട് തുടങ്ങണോ? അപ്പൊ പോപ്കോണോ? പോപ്കോണായിട്ട് അങ്ങോട്ട് വരും, സ്റ്റേജിലേക്ക് വരും. അത് പൊളിച്ചു നടക്കേ. ഓ നമ്മള് ഫാൻ ബോയിനെ കിട്ടി. എന്താ പറയല്ലേ? യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. ഇൻസ്റ്റാഗ്രാമിൽ സ്വദേശിക്കുള്ള പേജ് ഫോളോ ചെയ്യുന്നുണ്ടോ? ഫോളോ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടെങ്കിൽ ഗിവ് അവേ ഇതുണ്ട്, പോപ്കോൺ കിട്ടും. ഇപ്പൊ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ₹500 ഗൂഗിൾ പേ ഒഴിവാക്കൂല. 500 ഇപ്പൊ ഫോളോ ചെയ്യില്ല, മുമ്പ് ഫോളോ ചെയ്തിട്ട് ₹500 വാജിത് കൊടുക്കുന്ന ഇട്ടരും. പിന്നെ ചെക്കൻ വന്നോ? ആരാ വന്നോ വണ്ടിയില്? ആരായാലും ആരാ വന്നോ? ഡി ആണ്.
നമ്മളെ പേരെല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട്. എല്ലാവരും പേര് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മളെ പേര്. പേജ് അതല്ല ഇതല്ല ഗൈസ്, ഇതാണ് നമ്മളെ പേജ് വരുന്നത്. എല്ലാരും ഫോളോ ചെയ്ത എല്ലാ പരിപാടിയിലും പുതിയ ടീമാണ്. പുതിയ ടീമാണ്. എല്ലാവരോടും പറയാനുള്ളത് ഞങ്ങളെ യൂട്യൂബ് ചാനല്, ഞങ്ങള് ഇൻസ്റ്റയിൽ ഞങ്ങൾ പേജ് ഒക്കെ ഫോളോ എല്ലാവരും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഇൻസ്റ്റ ഫോളോ ചെയ്ത് വെക്കുക. നമ്മൾ അടുത്ത പരിപാടിക്കും എല്ലാ പരിപാടിക്കും നമ്മൾ ഗിവ് അവേ കൊടുക്കണ്ടേ. അപ്പോൾ സ്പോട്ടിൽ നമ്മൾ നോക്കണ നമ്മള് ഒരു ആളെ കണ്ടെത്തും, ആയിട്ട് ഒരാളെ കണ്ടെത്തും. അത് ഓരോ പരിപാടിക്ക്. അടുത്ത പരിപാടിക്ക് ഇന്നലെ മെയ് 16-നാണ്. മെയ് 16-ന് നമ്മൾ ഫെറോക്ക് ഉണ്ടാവും. നിലവില് മെയ് 16-നാണ് ബുക്ക് ഉള്ളത്. അപ്പോൾ അതിന് ശേഷം ബുക്കിംഗ് ഉണ്ട്. പക്ഷേ അന്ന് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. 500 രൂപ ആരും മിസ്സാക്കണ്ട. 500 1000 മെയ് 16-ന് നമ്മൾ 1000 രൂപയാണ് കൊടുക്കുന്നത്. എല്ലാവരും ഫോളോ സബ്സ്ക്രൈബ് ചെയ്തിക്കുക. എല്ലാവരും നോക്കിയിട്ട് സ്ട്രേഞ്ചർ ആയിട്ട് ആരെങ്കിലും ഒരാളെ എടുത്താലാണ് ചോദിക്കുന്നത്. സ്പോട്ടിൽ ചോദിക്കും ഫോളോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അപ്പം കിട്ടും. സ്പോട്ടിൽ 1000 അതിൽ അപ്പം കൂൾപ്പെട്ട് വരും. അല്ല സെറ്റാക്കും. പോപ്കോൺ എത്തി ഗൈസ്, പോപ്കോൺ എത്തി. ചാലഞ്ച് ജയിച്ചോണ്ട് കഷ്ടപ്പെട്ട് നമ്മൾ കാണിച്ചാണ് വീഡിയോയിൽ എത്ര കഷ്ടപ്പാട്. അപ്പൊ നമുക്ക് വേണ്ടി ചെക്ക് പോപ്കോൺ ഓർഡർ ചെയ്തിട്ടുണ്ട്. പോയി ഡിസ്ക് ചെങ്ങായി പോപ്കോൺ കിട്ടിയത് കുറച്ചാണെങ്കിലും ഫോളോവർക്ക് ഗിവ് എടുത്താലോ ഇന്ന് കൊണ്ടുവരാം. ചെക്കൻ ഇവിടെ ഉണ്ട്. നമുക്ക് ചെറിയ പാടണ്ടേ പോപ്പോ നല്ല ടാസ്റ്റ് ഉണ്ട് പോപ്പോ. സംഭവം കരണ്ട് പോയതാണ്. നമ്മള് വിചാരിച്ചു പരിപാടി കഴിഞ്ഞു. കോമഡി ആയി. കരണ്ട് വന്നിട്ടോ പോവാണേ. പെണ്ണിനോട് ചെക്കനോടൊക്കെ റിവ്യൂ വെച്ചിട്ട് പോവുള്ളൂ. അതെ പൊളിച്ചു. ഇപ്പൊ ഫോളോ ചെയ്യണം. കൊടുത്തടാ നമ്മളെ വേറെ ആരുമല്ല, നമ്മളെ സൗണ്ട് എഞ്ചിനീയർ ആണ്. നമ്മളെ ഫോളോ ചെയ്ത ഫസ്റ്റ് വീഡിയോ ഒന്നേ. എനിക്കതല്ല വല്ലവനും പുല്ലുവായെന്ന് പറഞ്ഞ മാതിരിയാണ് എന്റെ ഈ ഇത്. എന്ത് മൈക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ അധിക്ഷേപിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിത്. അത് നമ്മളെ ഹുക്കാണ്, മൈക്കല്ല. ഫാൻസ് ഉണ്ട്. ഫാൻസിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന വർത്താനാണ് നിങ്ങൾ പറഞ്ഞത്. സ്പാൻഡറിന് അത്ര ഫാൻസ് ഉണ്ട് അറിയോ. ഒരു സ്റ്റുഡിയോ സിസ്റ്റം നമ്മൾ ഇതാക്കി തരുമല്ലോ. നമുക്ക് മൈക്ക് സ്പോൺസർ ചെയ്തുകൊണ്ട് നമുക്കൊരു മൈക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. പഴയൊരു മൈക്കിന്റെ ഏത് മൈക്കാണെങ്കിലും സ്പോൺസർ കിട്ടി. നമ്മളെ സെക്കൻഡ് പാർട്ട് തുടങ്ങാണ്. ഫുഡ് കഴിച്ച് വന്നു. നമ്മള് തുടങ്ങാണ്. ഏതാ മുട്ടിപ്പാട്ടാ? നമ്മളെ സെക്കൻഡ് സെക്ഷനിലെ ഫസ്റ്റ് ഒരു ചെയിന് പാടി കഴിഞ്ഞു. ബാക്കി നമ്മൾ പാടും. കിട്ടലും ചെയിനുകൾ ഇനി ഇതാ വരാനിരിക്കുകയാണ്. നമ്മുടെ എൻട്രി ചെയിനൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അതെ. അപ്പോ കിട്ടലും വീഡിയോസ് ചറപ്പുറ സീ സാധനങ്ങള് ഡിസ്ക് ചെങ്ങായിമാരെ വിളിച്ചാൽ നമ്മള് ചെക്കന്മാരിപ്പോ വരും. ചാലഞ്ച് ആക്കിയാലോ? ഫോളോവേഴ്സിനെ നോക്കാം. നമുക്ക് എല്ലാവരും പോയി ചോദിച്ചോക്കാം. അഞ്ചുണ്ടോ? 5 വരുമോ? എല്ലാവരും ചോദിച്ചോ. സ്വദേശിക്ക് ഫോളോ ചെയ്യുന്നുണ്ടോ? 500 രൂപ കൊടുക്കും. അത് ചോദിച്ചവരോട് നമ്മൾ ചോദിക്കില്ലല്ലോ. ചോദിച്ചവരോട് ചോദിച്ചാൽ പിന്നെ ഇന്നിപ്പോ നമ്മള് ചോദിച്ചു. ഇന്നിപ്പോ ഓരോട് ചോദിച്ചു. അപ്പൊ ഇന്ന് ഒരു ഫോളോ ചെയ്തു. അതുകൊണ്ട് എന്തായി ഓൾക്ക് ഇന്നത്തെ മിസ്സായി. അടുത്ത പരിപാടിക്ക് ചോദിച്ചുമ്പോ അടുത്ത പരിപാടി 1000 രൂപ ആയിട്ട് കിട്ടും. അപ്പൊ അടുത്ത പരിപാടി കാണുമ്പോ നമ്മളോട് ഒന്ന് ചോദിക്കരുത്. ഞാൻ ഫോളോ ചെയ്തെന്ന് പറയാൻ പാടില്ല. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത 500, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത 500. ഇനി രണ്ടും ചെയ്താൽ 1000. അങ്ങനെയാണ് നമ്മളിപ്പോ കണക്കൂട്ടിക്കുന്നത്. അപ്പൊ എല്ലാരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് അഭിപ്രായമാണെങ്കിലും അത് നമ്മളെ കമന്റ് ബോക്സിൽ ഇടുക. എന്ത് അഭിപ്രായമാണെങ്കിലും. പിന്നെ നമ്മളെ ഇത് ഇപ്പൊ പറഞ്ഞിരുന്ന ചാലഞ്ചാണ്. അതിന്റെ ഇടയിൽ ഓന് ചാലഞ്ചിക്ക് വരാം. അപ്പൊ ഇനി നമ്മള് ചാലഞ്ച് നമ്മൾ അടി കൂടി ഇങ്ങനെ നടന്നുകൊണ്ട് ചില ആൾക്കാരോട് ചോദിക്കാം നമ്മളെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ. ഈ സ്പോട്ടിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ചെയ്തല്ല അതിന് മുമ്പ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ ഓൾക്ക് 500 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. അപ്പൊ പോയി നോക്കാൻ പറ്റും. ചെക്കന്മാരെ വിളിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് പേര്
അപ്പൊ സുഹൃത്തുക്കളെ റാസി എന്നാണ് നമ്മളെ സുഹൃത്തിന്റെ പേര്. ഫാനാണോ ഞങ്ങളെ? എവിടെ എന്റെ പേര് പേരാ കരിമ്പില കരിമ്പിലി അവിടെ വരാ. കരിമ്പിലോ? കരിമ്പുലിയാണ് എന്നോട്. കരിമ്പൊക്കെ ഉണ്ട്, കരിമ്പുലി ഉണ്ട് എന്നോട്. അവിടെ കുറെ കരിമ്പ് കൃഷിയൊക്കെ ഉണ്ട്. ഇതിനെങ്ങനെ പേരൊന്നും അറിയോ? ഇതാരല്ല ആ ആളെ കിട്ടി. ഇവന്റെ മുത്തുവിന്റെ കല്യാണമാണ്. അപ്പൊ ഇവന്റെ മുത്തുകാക്കാന്റെ കല്യാണമാണ്. മുത്തുകാക്കാന്റെ മാത്രമേ കല്യാണമുള്ളൂ, വേറെ ആരും കല്യാണം ഉണ്ടാ? വേറെ ആരും കല്യാണം ഇല്ല. അപ്പൊ മുത്തുകാക്കാന്റെ താത്താന്റെ കല്യാണം ഉണ്ടാ? താത്താന്റെ കല്യാണം ഇല്ല, മുത്തുവിന്റെ മാത്രമുള്ള കല്യാണം അല്ലേ? എന്നോടൊന്നും പറഞ്ഞിട്ടുള്ളൂ. രണ്ട് കല്യാണം ഉണ്ട്. കല്യാണം തോന്നുന്നു. അപ്പൊ കുറച്ച് ചോറുന്നാൻ പാടുള്ളൂ. അപ്പൊ അല്ല, ഞങ്ങളെ പാട്ടൊക്കെ കേട്ടിട്ട് എന്താ അവസ്ഥ? രസമുണ്ടാ? കൊള്ളാമോ? അതല്ല, ഇത് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരുമോ? 5 പാട്ടാടോ? ഒരു പാട്ട് കുറച്ച് ഒരു 4 വരി. ഞമ്മക്കും വേണ്ടി 4 വരി. നബിദിനത്തിന് പാടുന്ന ഏതെങ്കിലും ഒന്ന് പാടിയാൽ ഒരു 4 വരി പ്ലീസ്. എന്താ ഇനി നമ്മളെ ചീറി കഴിച്ചു ഒന്നും വരാനില്ല. മറ്റേ പാട്ടാണോ കണ്ണൂർ സിനത്താന്റെ? പാട്ടറിയില്ലല്ലോ. പിന്നെതാ ചിരിക്കല്ല പെണ്ണെ കല്യാണി അറിയോ? എമ്മച്ചാറിന്റെ പാട്ടറിയോ? എമ്മച്ചാറിന്റെ പാട്ടറിയാം. എനിക്ക് അറിയണ ഒരു പാട്ട് പറഞ്ഞാ. ഒരു അറിയണ പാട്ട് പാടി ഞങ്ങൾ പാടിത്തരാം. ഇതറിയോ? ഞങ്ങളതല്ല എനിക്കറിയണ പാട്ട് ഇജ്ജ് പാടിയാ. പാട്ടറിയോ? ഡബ്സിന്റെ ഇല്ലുമിനാറ്റി അതറിയോ? അതറിയാ? അതറിയാ തോന്നുന്നു. ആൽഫ ജെൻസി അല്ല, നമ്മള് തന്തയായി. ഡബ്സിന്റെ വേറെ ഏതാ അറിയാം? അറിയടാ എത്തച്ച് പറയാത്തത് പറയടോ. എത്തായി കിട്ടും. ഒരു പാട്ട് അറിയാം. അതല്ല ജി പുതിയന്റെ പോണിയാ, പുതിയാപ്പണ്ണ പോണിയാ? അതെന്താ അത് പുതിയാപ്പണ്ണ പോവാത്ത? രണ്ടാമത്തെ കല്യാണം പറഞ്ഞില്ലല്ലോ. എന്നാലും പുതിയാപ്പണ്ണ മുത്തുകാക്കാന്റെ കല്യാണം പറഞ്ഞില്ലേ? തെറ്റിയോ? രണ്ടെണ്ണം പറഞ്ഞില്ലല്ലോ. എന്നാലും എന്നാ പാടിക്കോ. റെഡി 1 2 3 3 4 നമുക്കൊരു കുഞ്ഞു സബ്സ്ക്രൈബറെ കിട്ടി. അല്ല, സബ്സ്ക്രൈബർ ആവാൻ പോകുന്ന ഒരാളെ കിട്ടി. അപ്പൊ ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. നമ്മൾ ഓരോരുത്തരായി ഇൻഷാല്ലാ ടൈം പോലെ സെറ്റ് ആക്കുന്നതാണ്. കൂളായിട്ട് പറഞ്ഞാൽ മതി. ലോക്കൽ ലാംഗ്വേജിൽ സംസാരിച്ചാൽ ഇൻഷാല്ലാ ഇനി അടുത്തവരെ കണ്ടുമുട്ടുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ലോക്കലായിട്ട് സംസാരിക്കും. പക്ഷെ മാജിദ് പറഞ്ഞാല് സ്റ്റാൻഡേർഡ് ആണ്. ഓനൊരു മോലിയരാണ്. ഇതെന്ത് സക്കാഫിയോ? അല്ല, നമ്മളെ കൊട്ടേറിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കൊട്ടേര ഈ കോസ്റ്റ്യൂം മാറി ഇവിടെ നിന്നാണ്ട് പോയി കഴിഞ്ഞാ കൊട്ടേര പിന്നെ മോലിയരാണ്. ഉദവി ആവാൻ പഠിക്കണം. എവിടെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഉസ്താദ് കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്ക. ചെക്കൻ്റെ ഇതാണ് കോലം. ഒരു പകൽമാന്യനാണ്. രണ്ട് ക്യാരക്ടറാണ് എനിക്ക്. ക്യാരക്ടർ ചേഞ്ച് ഉണ്ട് എനിക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടീമിന്റെ അവസ്ഥ. ഒക്കെ ഡിസ്ക് ചെങ്ങായിമാരാണ്. ഇതൊക്കെ കണ്ടില്ലേ? തൊള്ള തുറന്ന അവന്റെ തൊള്ളേന്ന് തെറിയല്ലാതെ വരില്ല. കോസ്റ്റ്യൂമായിട്ട് മാറിയാലോ? കോസ്റ്റ്യൂം മാറിയാ പിന്നെ ഓൻ ഡീസന്റാ. ആരും വിശ്വസിക്കരുത്. ഇതാ നമ്മളെ കാർണോലോടുണ്ട്. കാർണോല് ഇൻവെർട്ടർ ഗൈസ്. നമ്മളെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ഇടുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പറഞ്ഞില്ലേ, നമ്മളിപ്പോ സ്റ്റാർട്ടിങ് ആണ്. നമ്മളിതൊക്കെ പഠിച്ചു വരുന്നുള്ളൂ. കിട്ടില്ല വ്ലോഗ്സ്. ഓക്കെ, കിട്ടില്ല സാധനങ്ങൾ സെറ്റ് ചെയ്ത് ഒന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമ്മൾ വ്ലോഗ് പൊളിക്കും. പക്ഷേ ആ എക്സ്പീരിയൻസ് ആവാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ സപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ തന്നെ സപ്പോർട്ട് ചെയ്ത് വെച്ചോളി. എന്നാലേ നമുക്ക് അപ്പൊ സാധനങ്ങൾ വെടിക്കേണ്ട സാധനങ്ങൾ വരും. സബ്സ്ക്രൈബ്, നമ്മളെ ഇൻസ്റ്റാഗ്രാം എല്ലാവരും ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെക്കുക. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബാക്കി ഇനി എന്തല്ലേ നമ്മൾ ഡ്രംസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ.
ഇൻസ്റ്റയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിൽ നമുക്ക് 25ഓളം വരുന്ന നമ്മളെ ഡ്രംസിന്റെ ഫോളോവേഴ്സ് നമ്മളോട് ചോദിച്ചിനി വ്ളോഗിൽ എന്താ നമ്മളെ ഡ്രംസ് കാണിക്കാത്തത്. ഡ്രംസിന്റെ ഫോളോവേഴ്സ് എന്തോ ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ കുറെ ആൾക്കാർ ഫോളോവേഴ്സ് അല്ലാത്തവരും നമ്മുടെ ഫോട്ടോ കണ്ടവരൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഡ്രംസ് എങ്ങനെ ചെയ്തത്, ഇങ്ങനെ സെറ്റ് ആക്കിയതെന്ന്. അതിന്റെ ഫുൾ ക്രെഡിറ്റ് നമ്മളെ വാജിദാണ്. വാജിദിന്റെ ഒരു ഫ്രണ്ടാണ് തിരിച്ച് അത് ചെയ്ത ആരാ വെച്ചാൽ എന്റെ ഒരു ഫ്രണ്ടാണ്. പെയിന്റ് അടിച്ച ഞാനാട്ടോ, അതായത് അതിന്റെ കോട്ടിംഗ് പെയിന്റ് അടിച്ച ഞാനാണ്. ആ ബ്ലൂ കളറൊക്കെ അടിച്ച ഞാനാണ്. അപ്പൊ വരച്ചിട്ടുണ്ട് പക്ക കാലിഗ്രഫിയാണ്. അത് നമ്മളെ ഫ്രണ്ട് വരച്ചതാണ്. എൻ്റെ ഫ്രണ്ട് ഉണ്ട് വയനാടില്ലേ നജീദ് പറഞ്ഞ, ഓൻ വരച്ച കാലിഗ്രഫിയാണ്. അടിപൊളി കാലിഗ്രഫിയാണ്. ഓൻ്റെ പേജ് ഉണ്ട് നജീദ് വയനാട് ഇൻസ്റ്റയിൽ എല്ലാവരും സെർച്ച് ചെയ്താണ്ട് നമ്മൾ അതിന്റെ റിവീലിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ താഴെ അവനെ മൂപ്പരാളെ കൊളാബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കിടിലൻ വർക്ക്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സംഭവമാണ് ഈ കാലിഗ്രഫി ഡ്രംസും വന്നത്. അടിപൊളി ഒരു വെറൈറ്റി സാധനം. ഞങ്ങളൊരു വെറൈറ്റി ഇതുവരെ ആരും നമ്മളൊരു വെറൈറ്റി ആണെന്ന് പറഞ്ഞു. ആളെ നമുക്കൊരു വെറൈറ്റി സെറ്റ് ചെയ്ത് തന്നു. അപ്പൊ നമുക്ക് അടുത്ത ഫോളോവറെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരുമോ? പിന്നെ മംഗൽ കൈസേ കൈസേ എന്റെ കൈസേ കൈസേ. ഓ താളൊക്കെ പിടിക്കണ്ട വയസ്സ്. ഫോണേ ബാക്കി ഇനിയുണ്ടോ? ഇനി വേറെ പാട്ട്. ഇനി ഏത് പാട്ടാ? അമ്പിളിച്ചേലുള്ള സംസമിന്റെ ചരിത്രത്തിലുണ്ട് ഹാജറ. പൊളി 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 പൊളി. പേര് പറ, ഇതി പറ നമ്മളെ യൂട്യൂബിൽ വരൂ. അർസിയ മേവിസ്. എന്റെ പേരോടനെ വലിയോറാണ് സുഹൃത്തുക്കൾ. നമ്മളെ കൊറേ കേൾക്കാത്ത സ്ഥലമാണ്. കൊച്ചു ഗായിക. അപ്പൊ എന്തൊക്കെ അടിപൊളിയായിരുന്നു പാട്ട്. അടിപൊളി സൂപ്പർ പാട്ട്. നമ്മള് വളർന്നു വരുന്ന ഒരു ഗായികയാണ് സുഹൃത്തുക്കളെ. എല്ലാരും നമ്മളെ ഈ ഒരു നമ്മളെ കൊച്ചു ഗായികൾക്ക് വേണ്ടിയിട്ട് എത്ര ലേക്ക് എല്ലാരും കമന്റ് ചെയ്യുന്ന അഭിപ്രായങ്ങളെ നമ്മളെ ഈ ഗായകനെ പറ്റിയില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാ പറയും. ഷെയർ ബെല്ലൈക്കൺ. ഒക്കെ നാണം വന്നു ഗൈസ്, നാണം. അപ്പൊ ഓക്കെ ബൈ ബൈ. പാട്ട് വരുന്നേ എല്ലാരും നമ്മള് നോക്കി ചുറ്റും അതിലെ ചാലഞ്ച് ഉറപ്പല്ല ബ്ലോഗിൽ വരും. ഓക്കെ കിട്ടോ. ഞാൻ നക്ക് വരാല്ലേ അങ്ക് നീ വരണ്ട. ഒന്ന് കിട്ടോ. വീഡിയോ എടുക്കുന്നത് ആ വയറോ ആ വയറുമ്പോ കൂടി രണ്ടാമത്തെ ട്രൈ
പരിപാടിന്റെ ഇടയിൽ വേറെ പരിപാടി. എന്താണ് പരിപാടി? നമ്മളെ എടുത്ത് കളിപ്പിച്ചിട്ടില്ല ഗൈസ്. നമ്മളങ്ങോട്ട് പോകുമ്പോ ഫോൺ പൊത്തുന്നു. എന്താണത്? പ്രൈവസി മാറ്റർ. സൗണ്ട് നമ്മൾ അങ്ങോട്ട് പോകും. സുഹൃത്തുക്കളെ നമ്മള് സ്റ്റേജിൽ ഇറങ്ങി. നമ്മളെ തരുമോ? പറയും നമ്മളെ വ്ളോഗ് പറയും. ഞാൻ പോവാണ് ഇനി. നമ്മളെ കുട്ടി സബ്സ്ക്രൈബർ നമ്മളല്ല പാട്ടേരുത്തി പോവാണ്. ഞാൻ പോവാണ് പറയും. അത് നേരത്തെ പറഞ്ഞില്ലേ? അതും പാടി. അമ്പിളിച്ചെല്ല പാടി. പിന്നെ ഏതാ അറിയാ? ഏത്? ബ്യൂട്ടിഫുള്ളോ? ബ്യൂട്ടിഫുൾ ഏതാ? ബ്യൂട്ടി ബപ്പൂനെ ആ പാട്ട്. അത് പാട്. അല്ലോ തള്ളിട്ട് മലയാളി ഇപ്പളാ വരുന്നുണ്ട്. നമ്മളെ കഴിഞ്ഞ പരിപാടി നമ്മളെ സൗണ്ട് എഞ്ചിനീയർ, മെയിൻ സൗണ്ട് എഞ്ചിനീയർ ആണ്. നിങ്ങൾ ഇന്നലെ എപ്പോഴും ഇറങ്ങിയത് ഉറങ്ങാതെയാണ് വന്നത് ഗൈസ്. നമുക്ക് വേണ്ടിട്ട് ഉറക്കം വെച്ച് ഉറങ്ങാതെ ബിഗ് സല്യൂട്ട് ഉണ്ട്. നമ്മള് ചായ വിശേഷങ്ങൾ ജിഞ്ചർ വേണ്ട, റോസ്മേരി ഉണ്ട് വേണ്ട. എനിക്കൊരു പൈനാപ്പിൾ നമുക്കെന്താ വേണ്ടി? ഇവരെ പേജ് ഫോളോ ചെയ്യണമെങ്കിൽ 500 രൂപ സ്പോട്ട് കിട്ടും. അതുണ്ട്. ഇവനോട് ചോദിക്കാം. അങ്ങനെ ഇഷ്ടമില്ല. നമ്മളെ പേജ് ഫോളോ ചെയ്യണമെങ്കിൽ ഇപ്പൊ തരും 500 രൂപ. ഡിസ്ക് ചെങ്ങായിട്ടോ. ജസ്റ്റ് നോക്കി നോക്കേ. നമ്മളെ പേജ് ഫോളോ ചെയ്യണമെങ്കിൽ ഒരു 500 കിട്ടിയില്ല അല്ലേ? ഇപ്പൊ കിട്ടും. ടോട്ടൽ 500 രൂപ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണോ? ഇൻസ്റ്റ എടുക്കും. ഫോളോ ചെയ്തേക്കണോ? ചെയ്തോ? ഇപ്പൊ യൂട്യൂബിലോ ചെയ്തേക്കണോ? അങ്ങനെയില്ല. നമ്മള് ചോദിച്ചു പോലെ എടുത്താ നമ്മളെ എടുക്കുന്നുണ്ട്. പാസ്വേഡ് നമ്മള് ഹാങ്ങാവും. ഞാൻ ചോദിച്ചില്ല. എനിക്ക് ഓർമ്മയുണ്ട് കുറച്ച്. നമ്മള് ചോദിക്കാനൊരു മടി. അത് ചോദിക്കും. അല്ല ഇത് റേഞ്ചിലെടോ. സദായിഷ് കേട്ടോ. അത് ചായ എടുത്തു കൊടുത്തു. ഞാൻ ഓന്റെ ഫോണിൽ സെർച്ച് ചെയ്യാൻ പോണ്. എന്താ നമ്മളെ പേജ് ഇതാ. സോറി ഫോളോ ചെയ്തിട്ടില്ല. ഇപ്പൊ ഫോളോ ചെയ്ത് വെച്ചോ. 1000. ഓക്കെ. അല്ല നേരെ ഒന്ന് ചോദിച്ചതല്ല. നമുക്ക് ഓരോരുത്തരോട് ചോദിക്കാം. ഒരു ഡിസ്ക് ചെങ്ങ ഒരു വണ്ടി കിട്ടിയാ അത് വിട്ടൂല. അതിമന്ന് ഫോട്ടോ എടുക്കണം. എന്തോ എന്റെ മൈൻഡ്. ഞാൻ വലിയ മൊയിലാളിയായി. ഞാൻ ഇപ്പൊ കൊട്ടേന്നല്ല, ഞാൻ വലിയ മൊയിലാളിയായി. ഏതാ കാറ്? എന്താപ്പത് കഥ? പഠിച്ചോനെ എന്താപ്പത് കഥ? ഏതാ ഗിവ് അവേ നമ്മളെ ഫോളോവർക്ക് നമ്മൾ കൊടുക്കുന്നു ഫോർഡ് എൻഡവർ. മരയൊക്കെ നിൽക്കൂല, ഞാൻ നിക്കാം. ഷൂ ഒന്നും ഞാൻ കൊടുക്കൂല. നമ്മളെ ഫോളോവർക്ക് നമ്മള് ഗിവ് അവേ കൊടുക്കുന്നു. എത്രാമത്തെ ചായ? ഇത് 5. ഇത് കൂട്ടി 5ാമത്തെ ചായ. ഇവിടെ എത്ര മെനു ഇല്ല ആകെ. ഇവിടെ 5 ചായ കുടിച്ചു.
ഇതൊന്നും കിട്ടുന്ന ചായ അല്ലല്ലോ അല്ലേ? ഇവിടെ വന്നാ ഒന്നും കിട്ടൂല. കുട്ടി സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിവിടെ പോസ്റ്റ് ആയിരിക്കുകയാണ്. ചെക്കനും പെണ്ണിനും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മളെ പുതിയ ഇന്ന് വരാനുള്ള റീല് എഡിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. കോപ്പിറൈറ്റ് നമ്മളെ എഡിറ്റർ ഫാദർ, എഡിറ്റർ എല്ലാമായ ഫാദർ. അപ്പം ഇനി ചെക്കനും പെണ്ണും വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാൻ വരുന്നുണ്ട് തോന്നുന്നുണ്ട്. ഓരോരോ വണ്ടികളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ വണ്ടികൾ വന്നിട്ട് കാണാം. അല്ല ഓരോ വന്നിട്ട് കാണാല്ലേ? എൻട്രി കഴിഞ്ഞു ഗൈസ്, എൻട്രി കഴിഞ്ഞു. ഉണ്ടോ? ആ 2 കളിയാണ്. ഒരു എൻട്രി കഴിഞ്ഞ് പെണ്ണിന് എൻട്രി കഴിഞ്ഞ് കഴിയുമ്പോൾ മൈരിഭാവുന്നാണ്. ഒന്ന് കഴിയുമ്പോൾ മൈരി വിഷാവും. അവിടെ പൊടി മാറില്ല, തീ മാറി. സുഹൃത്തുക്കൾ, അപ്പം ഇന്നത്തെ നമ്മളെ വ്ളോഗ് ഇവിടെ അവസാനിക്കാണ്. നമ്മളെ പരിപാടി കഴിഞ്ഞു. ഫുൾ പാക്കപ്പ് ചെയ്ത് പോവാണ്. എല്ലാവരും ഇതാ വണ്ടിയൊക്കെ വിട്ട് പോകും. ഇതാ താത്താരൊക്കെ പോവാണ്. എല്ലാവരും ഒരു ആയി കൊടുക്കും. ഓക്കെ, അപ്പം നമ്മള് ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലെ കിണ്ണം കാച്ചി വ്ളോഗുകൾ നമ്മൾ ഇനിയും വരും. അപ്പം എല്ലാവരും ഇന്നത്തെ നമ്മളെ ഫാത്തിമ, ഫിദ, ഷക്കീർ അലി, റയീസ്, ബാബുവേട്ടന്റെ കല്യാണം. അപ്പൊ എല്ലാവർക്കും 1000 വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക. അപ്പൊ ഗൈസ്, ആരും പോലെ നമ്മൾ വ്ളോഗ് കഴിഞ്ഞിട്ടില്ല. നമ്മൾ പിന്നെ ദാഹിച്ചപ്പോ നമ്മളിന്ന് വെള്ളം കുടിക്കാന്ന് കയറി. ഇങ്ങനെ വെള്ളം കൂടി വന്ന് വെള്ളം കുടിച്ചതിന്റെ ശേഷം ഇങ്ങനെ സാധനത്തിൽ എത്തി നമ്മള്. ഏണ്ടേ അച്ഛൻ പുളിസോടെ കുടിച്ച് കാണാൻ ഇരിക്കുന്നത് ഗൈസ്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. ഇത് മാംഗോന്റെ സാധനമാണ്. ആദ്യം നമുക്ക് ഇതിൽ നിന്നൊരു ബൈറ്റ് എടുക്കാം. ആദ്യം മാംഗോ എടുക്കാം. അല്ലോ ഇതിന് മാംഗോ കിട്ടുന്നില്ല. ഞാൻ കോക്കനട്ട് എടുത്തു. അതിൻ്റെ ഒരു മാംഗോന്റെ കൺസിസ്റ്റൻസി ഒക്കെ അടിപൊളി. കൊള്ളാം. എല്ലാം ഉണ്ടല്ലേ ഫുഡ് ബ്ലോഗിങ്. കൊള്ളാം, എല്ലാം നമുക്ക് അറിയാം. പൊളി സാധനം. കോക്കനട്ട് പിന്നെ ഫുഡ് ഒന്നും അതിന് വ്ളോഗൊന്നും ലുക്കൊക്കെ മാട്ടേണ്ടി വെച്ചാ വ്ളോഗ് കഴിഞ്ഞില്ലേ ഗൈസ്? അപ്പോൾ നമ്മൾ വ്ളോഗ് കൂടെ വൈൻഡപ്പ് ചെയ്യാൻ ചിക്കൻ എടുത്ത ചിക്കനാ. ഇനി മതി നിർത്തിക്കാളാം. നമ്മളെ ചിക്കൻ ഒരു കഫേ വന്നിട്ട് കാട്ടി ഇങ്ങനെ വെള്ള സ്റ്റാൻഡേർഡ് കാണിച്ചോട്ടാ. കാർഡ് പരിപാടിയാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കാണ്. ശരിക്കും അവസാനിക്കാണ്. നമ്മളൊരു ഔട്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഔട്ടർ പറയണേ അത് കിട്ടുമോ? 2 ഔട്ടർ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ പറഞ്ഞ പോലെ പരിപാടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പരിപാടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മള് വെള്ളം കുടിക്കാന്നൊരു മൂടായി. അങ്ങനെ വള്ളത്തുമ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഒരു ജ്യൂസ് കുടിക്കാൻ വന്നേ. ഐസ്ക്രീം ഒക്കെ കഴിച്ചാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി പോകുമ്പോൾ ഓംലേറ്റും ആണെന്നാ പറയണേ. ചീസ് ഓംലേറ്റ് ആണ്. ചീസ് ഓംലേറ്റും കൂടെ കഴിച്ചാൽ മൂടായി. അപ്പോൾ ഏതായാലും ടൈം എടുക്കും.
ഞാൻ കിട്ടുന്ന വീഡിയോസ് വരുന്നുണ്ട്. അതേപോലെ നമ്മളിന്ന് റീല് ഇന്നല്ലേ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ റീലുകളൊക്കെ സപ്പോർട്ട് ചെയ്യാം, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാം, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. അപ്പോൾ നീ മരണമാസ വ്ലോഗ്സാണ് വരുന്നത്. കാരണം നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, യൂട്യൂബിലെ കാര്യങ്ങളൊക്കെ സെറ്റ് ആവണുള്ളൂ. അപ്പോൾ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, അത്ര പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ, തെറ്റാളുണ്ടാവും. നമ്മൾ ഫസ്റ്റ് ടൈം വ്ലോഗേഴ്സാണ്. അപ്പോൾ തെറ്റാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക, ഒക്കെ റെഡിയാവും. ഇൻഷാല്ലാ. കീപ് സപ്പോർട്ട് us, ഓക്കെ. സബ്സ്ക്രൈബ്. ടാറ്റ, ബൈ ബൈ. സൈനിങ് ഓഫ് സ്വദേശ്. അസ്സലാമു അലൈക്കും. അവിടെ ബൈ, ഒരു ബൈ. ഗൈസ് പോലി ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. ഞങ്ങൾ ലാസ്റ്റ് ചീസ് ഓംലേറ്റും കൂടെ ഓർഡർ ചെയ്തു. സാധനം വന്നിട്ടുണ്ട്, കഴിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഇനി വ്ലോഗ് അതിന്റെ ഞങ്ങൾ തിന്നിട്ട് ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളും അടുത്ത വ്ലോഗിൽ നമ്മള് പറയണതാണ്. ഓക്കെ, ബൈ.